നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലെ മുസ്ലിം പള്ളികളെല്ലാം തകർത്തെറിയുകയാണ് ഇസ്രയേൽ ഭരണകൂടം. ഹമാസിനെ ചൊടിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കമാണിതെന്ന ആരോപണമുണ്ട്. നെതന്യാഹുവിന്റെ നിർദ്ദേശപ്രകാരം മുസ്ലിം പള്ളികൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നുവെന്നാണ് ആരോപണം. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നിരവധി പള്ളികൾ നശിച്ചതായി റിപ്പോർട്ട്. തുടരെ നടന്നുകൊണ്ടിരിക്കുന്ന ബോംബാക്രമണത്തിനിടെ ഗാസയ്ക്ക് നഷ്ടമായത് ചരിത്രപരവും പുരാവസ്തുശാസ്ത്രപരവുമായും പേരുകേട്ട അൽ ഒമാരി മസ്ജിദ് ഉൾപ്പെടെയുള്ള നിരവധി പള്ളികളാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഒക്ടോബർ 7 മുതലുള്ള കണക്കുകൾ പ്രകാരം ഇസ്രയേൽ സൈന്യം 300-ലധികം മുസ്ലിം പള്ളികളും 3 പള്ളികളും പൂർണ്ണമായും ഭാഗികമായും തകർത്തിട്ടുണ്ട്. ഇത് നിലവിൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ പ്രാർത്ഥനാ സമയങ്ങളിൽ വലിയ ശൂന്യത ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരിക്കൽ നഗരത്തിലുടനീളം പ്രതിധ്വനിച്ചിരുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഇന്ന് നാമമാത്രമായിരിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പള്ളികൾ ഉൾപ്പെടെ ഗാസയിലെ കിഴക്കൻ പ്രദേശം പൂർണ്ണമായും നശിപ്പിച്ചതിനാൽ പ്രാർത്ഥനയ്ക്കുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങളിപ്പോൾ കേൾക്കുന്നില്ല എന്ന് ഖാൻ യൂനൂസിലെ 25-കാരനായ ഖാലിദ് അബു ജെയിം മിഡിൽ ഈസ്റ്റ് അയോട് പറഞ്ഞു. ഇവിടെ താമസിക്കുന്നവർ ഇപ്പോൾ അവരുടെ ഫോണുകളിലൂടെയാണ് പ്രാർത്ഥനയ്ക്കുള്ള വിവരങ്ങളെ പിന്തുടരുന്നത്. ഈ യുദ്ധം ഞങ്ങൾ മുൻപ് അനുഭവിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതീകമായ പള്ളികൾ വിവേചനരഹിതമായി യുദ്ധം ലക്ഷ്യമിടുന്നു. കുട്ടിക്കാലം മുതൽ പള്ളികൾ പലസ്തീനികളുടെ ജീവിതത്തിൽ ആഴത്തിൽ ഇഴചേർന്നിരുന്നു. അവിടുത്തെ വീടുകൾ അന്വേഷിക്കുന്നവർക്ക് ഒരു വഴികാട്ടിയായി പള്ളി നിലകൊണ്ടിരുന്നു. പള്ളികൾ കേവലം ഒരു കെട്ടിടം മാത്രമായിരുന്നില്ല, അത് സമൂഹത്തിന്റെ ഹൃദയത്തെ പ്രതിനിധീകരിക്കുന്നതായിരുന്നുവെന്നും ജെയിം പറയുന്നു. ഖലീഫ ഒമർ ബിൻ അൽ ഖത്താബിന്റെ ഭരണകാലത്താണ് ഗ്രാൻഡ് ഒമാരി മസ്ജിദ് സ്ഥാപിതമായത്. ഗാസയിലെ പലസ്തീൻ സ്ക്വയറിന് സമീപം 4100 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പള്ളിക്ക് 1190 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള മുറ്റമുണ്ട്. ഈ മുറ്റത്തിന് 3000-ലധികം വിശ്വാസികളെ ഉൾക്കൊള്ളുവാൻ സാധിക്കും. പലസ്തീൻ പൈതൃകം തുടച്ചു നീക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഒമാരി മസ്ജിദ് തകർത്തതെന്ന് ഗാസയിലെ ടൂറിസം പുരാവസ്തു മന്ത്രാലയം പറയുന്നു. ഈ യുദ്ധം പള്ളികൾ തകർക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പുരാതന സ്ഥലമാണിത്. എന്തുകൊണ്ടാണ് ഇത് നശിപ്പിച്ചത്? മസ്ജിദ് അധിനിവേശക്കാരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? ഗാസ സ്വദേശി സയ്യിദ് ലബാദ് മാധ്യമങ്ങളോട് ചോദിച്ചു. ഈ യുദ്ധം എല്ലാം ഇല്ലാതാക്കി. യുദ്ധാനന്തരം ഗാസ പുനർനിർമ്മിക്കപ്പെടുമെന്നും തന്റെ കുടുംബത്തോടൊപ്പം വീണ്ടും ഗാസ സന്ദർശിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു, സയ്യിദ് ലബാദ് കൂട്ടിച്ചേർത്തു. അദ്ദേഹം പ്രാർത്ഥനയ്ക്കിടയിൽ മരിച്ചാൽ അത് ജീവിതത്തിന്റെ മനോഹരമായ അന്ത്യമാണെന്ന് ഖാൻ യൂനൂസിൽ നിന്നുള്ള 30-കാരനായ ഖാലിദ് ഇസ്ലീം വിശ്വസിക്കുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പഴയ ഗാസ തുറമുഖം, ചർച്ച് ഓഫ് പോർഫിറിയസ്, ജബലിയ മസ്ജിദ് തുടങ്ങി നിരവധി ചരിത്ര കെട്ടിടങ്ങളും മ്യൂസിയങ്ങളും ഇസ്രയേൽ നശിപ്പിച്ച കെട്ടിടങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് പലസ്തീൻ മന്ത്രാലയം അറിയിച്ചു. ഇതിനെതിരെ അന്താരാഷ്ട്ര ഇടപെടലും പലസ്തീൻ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. പലസ്തീൻ ജനതയുടെ പൈതൃകത്തിനും ജീവിതത്തിനുമെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനെ നിർബന്ധിക്കണമെന്നും ഇത്തരം പ്രവർത്തികൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പലസ്തീൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തെ തടയില്ലെന്നും മന്ത്രാലയം അറിയിച്ചു.